സുഹൃത്തെ, എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക? ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ലളിതമായ 10 മാർഗങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കാറില്ലെന്ന്. സമ്പാദ്യം, ജോലി, ബിസിനസ്, വീട്, പഠനം എന്നിവയ്ക്ക് ചുറ്റും ഓടി പലപ്പോഴും സന്തോഷിക്കാൻ പലരും മറന്നുപോകുന്നു. ജീവിതം ആർക്കോ വേണ്ടി ജീവിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. എന്നാൽ ചിലരാകട്ടെ ഈ ത്രികോണ ജീവിതത്തിനിടയിലും അവരുടെ സന്തോഷം കണ്ടെത്തുന്നു. അതിന് പിറകിലുള്ള രഹസ്യം എന്താണ്? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഉത്തരം ലളിതമാണ്. സന്തോഷം എന്ന വികാരമാണ് പലരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം സ്വപ്നം കണ്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അങ്ങനെ കാത്തിരിക്കുകയല്ല, സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മുടെ ചിന്തകളിലും ചില ശീലങ്ങളിലും കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തിയാൽ ആർക്കും ജീവിതം സന്തോഷപ്രദമാക്കാം. എങ്ങനെ ജീവിതത്തെ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് നോക്കിക്കാണുന്നു എന്നതിലാണ് സന്തോഷം ഇരിക്കുന്നത്. കാഴ്ചപ്പാടുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിത്യജീവിതത്തിൽ ആർക്കും സന്തോഷം അനുഭവപ്പെടാൻ തീർച്ചയായും സാധിക്കും. എങ്ങനെയെന്നല്ലേ? അതിന് 10 വഴികളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, 10 കാര്യങ്ങളും മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്പർ 1, നല്ല ദിവസവും മോശ ദിവസവും അങ്ങനെയൊന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ചില ദിവസങ്ങൾ മോശമായിരിക്കും, അതിനർത്ഥം ജീവിതം തന്നെ അങ്ങനെയായിരിക്കണമെന്നില്ല. നല്ല ദിവസങ്ങളിലൂടെയും ചീത്ത ദിവസങ്ങളിലൂടെയും എല്ലാവരും കടന്നു പോകും. അത് ഒരു പ്രകൃതി നിയമമാണ് എന്ന സത്യം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ജീവിതത്തിൽ ഇവ രണ്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ചീത്ത സംഭവങ്ങൾ ഒന്നിൻ്റെയും അവസാനമല്ലെന്ന തിരിച്ചറിവ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. മോശം ദിവസത്തിൻ്റെ പേരിൽ ജീവിതത്തെ വെറുക്കാതിരിക്കുക. നല്ല നേരം വരും, കാത്തിരിക്കുക. നമ്പർ 2, സമയം നൽകൂ, ക്ഷമയോടെ കാത്തിരിക്കൂ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അല്പം വൈകിയാണെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾ നടന്നിരിക്കും. ഒന്നിനും തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുന്നതിന് മുൻപും ഒരു 10 വട്ടം ആലോചിക്കുക. നാളെ ഒരു നല്ല ദിവസമായിരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുക. എല്ലാം നിങ്ങൾക്ക് എതിരായി സംഭവിക്കുന്നു എന്ന് തോന്നിയാലും അല്പം കാത്തിരിക്കുക. മഴ മാറി വെയിൽ ഉദിക്കുന്നത് പോലെ വിഷമങ്ങൾ മാറി സന്തോഷത്തിൻ്റെ സൂര്യൻ നിങ്ങളുടെ ആകാശത്തിൽ ഉദിക്കും. നമ്പർ 3, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ്. തെറ്റ് ചെയ്യുമ്പോഴേ ശരിയിലേക്ക് നീങ്ങാനുള്ള പ്രചോദനം ലഭിക്കൂ. കുട്ടികളെ കണ്ടിട്ടില്ലേ? പലതവണ തെറ്റിച്ചിട്ടാണ് അവർ ശരിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു പോയ തെറ്റുകൾ ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. എവിടെയാണ് തെറ്റിയതെന്ന് കണ്ടെത്തി തിരുത്താം, ശരിയിലേക്ക് മാറാം. തെറ്റുകൾ ശരിയിലേക്കുള്ള ചവിട്ടുപിടികൾ മാത്രമായി കാണുക. ചെയ്ത തെറ്റുകൾ പിന്നീട് ആവർത്തിക്കാതിരിക്കുക, അല്ലാതെ ഓർത്തോർത്ത് കരയരുത്. നമ്പർ 4, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എപ്പോഴും സ്വയം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താൻ ഏവരും ശ്രമിക്കാറുണ്ട്. അവർക്ക് കാറുണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, നമുക്കിതൊന്നുമില്ല, സമ്പാദ്യമില്ല തുടങ്ങിയ താരതമ്യങ്ങൾ തമാശയിൽ കവിഞ്ഞ് നടത്തുകയോ മനസ്സിലേക്ക് എടുക്കുകയോ വേണ്ട. ഈ പ്രവണത നിങ്ങളുടെ സന്തോഷം കെടുത്തും. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ പരിശീലിക്കണം. അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് സ്വപ്നം കാണുകയും ആവാം. എപ്പോഴും ഉള്ളതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോകരുത്. നമ്പർ 5, ദുഃഖവും സന്തോഷവും ഇടകലർന്ന മനുഷ്യജീവിതം. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നാൽ വിഷമിക്കുന്ന ഓർമ്മകളെ മാത്രം നമ്മൾ എന്നും കൂടെ നിലർത്തും. നമ്മളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളെ ഓർക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും പലരും തയ്യാറാവില്ല. ഈ ശീലം ഒന്ന് മാറ്റി നോക്കൂ. നല്ല ഓർമ്മകളെ എന്നും കൂടെ നിർത്തൂ. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളിലെ ഓർത്തോർത്ത് ചിരിക്കൂ.
വിഷമം വരുമ്പോൾ സന്തോഷമുള്ള ഓർമ്മകളിലേക്ക് ചേക്കാറാൻ ശ്രമിക്കൂ. ജീവിതം സന്തോഷമുഖരിതമായി മാറും. നമ്പർ 5, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് എപ്പോഴും ദിവസത്തിൽ അല്പസമയം മാറ്റിവെച്ച് ശീലിക്കാം. ഇതും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. മനുഷ്യർ എല്ലായ്പ്പോഴും സന്തോഷത്തോടെയും പ്രസന്നതയോടെയും പോസിറ്റീവായ മനോഭാവത്തോടെയും മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇടയ്ക്ക് നിരാശയോ ദുഃഖമോ വിഷാദമോ മടുപ്പോ എല്ലാം പിടികൂടാം. ഇവയെപ്പറ്റി ഓർത്ത് വീണ്ടും പ്രശ്നത്തിലാകാതെ ഇവയെല്ലാം മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന സാധാരണമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇതും നിങ്ങളിൽ അല്പമൊരു സന്തോഷത്തിന് ഇടയാകും. അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ ആശ്വാസമെങ്കിലും ആകും ഈ ചിന്ത. നമ്പർ 6, വ്യക്തിബന്ധങ്ങൾ. കൂടുതൽ ആളുകളുമായി സൗഹൃദമുണ്ടാക്കുന്നത് ഒരാളിൽ സന്തോഷം നിറയ്ക്കുന്നു. ബന്ധങ്ങൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും നമുക്ക് തുണയാകാറുണ്ട്. എന്തും തുറന്നു പറയാൻ ഒരു ജീവിത പങ്കാളിയോ സുഹൃത്തോ ഉണ്ടെങ്കിൽ സങ്കടഭാരം കുറയുകയും അതുവഴി മനസ്സിലെ പിരിമുറുക്കം അയയുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിൽ ഇത്തരം വ്യക്തിബന്ധങ്ങൾ നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. മാത്രമല്ല, പ്രശ്നങ്ങൾ പരസ്പരം തുറന്നു പറയുന്നത് വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് കാരണമാകും. പലരും ചിരിക്കാൻ മടിയോ പിശുക്കോ കാണിക്കാറുണ്ട്. ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. അത് തമാശകൾ കണ്ടോ സുഹൃത്തുക്കളോട് സംസാരിച്ചോ എങ്ങനെയുമാകാം. കാരണം പൊട്ടിച്ചിരിക്കുന്നത് സന്തോഷം അനുഭവപ്പെടുത്തും. നമ്പർ 7, സഹനശക്തി. ചിലർക്ക് ചെറിയ കാര്യം മതി മനസ്സ് അസ്വസ്ഥപ്പെടാൻ. മറ്റു ചിലർക്ക് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മനോഭാവമാണ്. രണ്ടാമത് പറഞ്ഞ വിഭാഗക്കാർക്കാണ് സന്തോഷം എളുപ്പം കണ്ടെത്താൻ സാധിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ മനസ്സ് വിഷമിപ്പിച്ച് അത് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതല്ല. മാത്രമല്ല സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുമില്ല. നമ്പർ 8, കാഴ്ചപ്പാട്. പല കാര്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന നന്മ കണ്ടെത്താൻ ശ്രമിച്ചാൽ സന്തോഷം താനേ വരും. പോസിറ്റീവായിരിക്കുക എന്ന് ചുരുക്കത്തിൽ പറയാം. എന്നാൽ എല്ലായ്പ്പോഴും ഒരു വ്യക്തിക്ക് പോസിറ്റീവായി മാത്രം ഇരിക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കുക. സങ്കടം അതിരുകടന്ന് മാനസികാരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്വയം സന്തോഷിപ്പിക്കാനും സമാധാനിക്കാനുമുള്ള വഴികൾ കണ്ടെത്തുക. നമ്പർ 9, മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് ആശ്രയമാവുക എന്നീ കാര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കാരണം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ അതിൻ്റേതായ പ്രതിഫലനമായി സന്തോഷത്തിന് കാരണമാകുന്ന ഹോർമോണായ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി നമ്പർ 10, പണം. സന്തോഷം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പണമില്ലാതെ വന്നാൽ നിരാശയുണ്ടാകും. എന്നാൽ സന്തോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മിക്കപ്പോഴും കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ വാദമാണ്, സന്തോഷം പണം കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നത്. പലപ്പോഴും പലതരത്തിലുള്ള മറുപടികളാണ് ഈ ചോദ്യത്തിന് കിട്ടുക. എങ്കിലും ഒട്ടുമിക്ക ആളുകളും പണം കൊടുത്ത് സന്തോഷം വാങ്ങിക്കാൻ പറ്റില്ല എന്ന ഉത്തരം തന്നെയായിരിക്കും ഈ ചോദ്യത്തിന് നൽകുക. അല്ലെങ്കിൽ ഈ വാദമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അതേസമയം ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകിയിരിക്കുകയാണ് പുതിയൊരു പഠനം. പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസ് എന്ന പ്രമുഖ പ്രസിദ്ധീകരണത്തിലാണ് ഗവേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. US-ലാണത്രേ പഠനത്തിന് ആധാരമായ ഗവേഷകർ സർവേ അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. പണം കൊടുത്ത് സന്തോഷം വാങ്ങിക്കാനാകുമോ എന്ന ചോദ്യത്തിന് മിക്കവരും യെസ് അഥവാ അതെ എന്നുള്ള ഉത്തരം നൽകിയെന്നാണ് പഠന റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. കൂടുതൽ വരുമാനമുള്ളവരോ കൂടുതൽ സമ്പാദിക്കുന്നവരോ ആണ് കൂടുതൽ സന്തോഷിക്കുന്നതെന്നും പഠനത്തിലൂടെ തങ്ങൾ കണ്ടെത്തിയതായി ഗവേഷകരായ ഡാനിയൽ കാനമാനും മാത്യു കില്ലിങ്സ്വർത്തും പറയുന്നു. 18നും 65നും ഇടയ്ക്ക് പ്രായമുള്ളവർക്കിടയിലാണ് ഗവേഷകർ സർവേ നടത്തിയത്. ഇവർ തന്നെയാണ് പഠനത്തിന് ആധാരമാക്കിയതും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.